മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 9 മണിക്കൂറോളം ഇഡിക്ക് മുന്നിലിരുന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇറങ്ങി. ചില നിർണായക വിവരങ്ങൾ ഇഡിക്ക് കിട്ടി. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിനായി വീണയ്ക്ക് വീണ്ടും സമൻസ് നൽകി വീണയെ വിളിപ്പിക്കും. മാത്രമല്ല, അബുദാബിയിലെ ചില അക്കൗണ്ടുകളിലും പരിശോധന നടത്തും എന്നാണ് പറയുന്നത്. വീണയ്ക്ക് കുരുക്ക് മുറുകുന്നത് പിണറായിയെ പിടിച്ചുകെട്ടാനാണോ? വീണ വിജയൻ, അതായത് വീണ തൈക്കണ്ടിൽ കഴിഞ്ഞ ദിവസം ഇഡിക്ക് മുമ്പിൽ ഹാജരായി 8-9 മണിക്കൂർ അവിടെ നിന്നു എന്ന് പറഞ്ഞല്ലോ. അവിടെ വീണ കൊടുത്ത മൊഴികളിൽ പലതും ഇപ്പോൾ ഇഡി വിശ്വസിച്ചിട്ടില്ല എന്നുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അതായത് ഇഡിക്ക് മുമ്പിൽ വീണ പറഞ്ഞതിൽ പലതും കളവാണ്, വ്യാജമാണെന്നൊക്കെ പറയുന്നത്. കാരണം എന്താ അറിയോ, ഈ ഇഡി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ഒരു ബുക്കിലെറ്റ് പോലെ ചോദ്യങ്ങൾ ഒരു ചോദ്യം അവർ തയ്യാറാക്കും. എന്നിട്ട് അതിനനുസരിച്ച് വീണ എടുത്ത് ചോദിക്കാം. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്താം. ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ ഇവർക്ക് ഇതിനെ താരതമ്യം ചെയ്യണമല്ലോ. അപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമൊക്കെ നടത്തി വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. അങ്ങനെ വീണ ബംഗളൂരുവിലും ചെന്നൈയിലേക്ക് ഓഫീസിൽ പോയി ഈ SFIയുടെ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ ഇരിക്കുകയും അവർക്ക് മൊഴി കൊടുക്കുകയും ചെയ്തു. ഈ മൊഴിയുടെ പകർപ്പ് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇഡിക്ക് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ SFIയോടടുത്ത് ഇഡി ഈ പറയുന്ന വീണയുടെ മൊഴിയും ഇഡിയുടെ അടുത്ത് പറഞ്ഞ മൊഴിയും ഒക്കെ ശരിയാണോ എന്ന് പരിശോധിക്കും. ഇവിടെ വീണയെടുത്ത് പ്രധാനമായിട്ടും ചോദിക്കുന്നത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി CMRL എന്ത് സേവനങ്ങൾ ചെയ്തു കൊടുത്തു, എന്തിനാണ് 2.72 കോടി രൂപ അല്ലെ 7-8 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നത്. അതിന് വീണ പറയുന്നത് അതിന് എനിക്ക് മനസ്സാവാച അറിവൊന്നുമില്ല, മാത്രമല്ല അന്ന് എക്സാലോജിക് കമ്പനി കുറച്ച് സേവനങ്ങൾ ചെയ്തു. എന്ത് സേവനമാണ് ചെയ്തത്? പക്ഷേ അതിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ വീണ തൈക്കണ്ടിക്ക് സാധിക്കുന്നില്ല. അവർ പറയുന്നത് ആ സമയത്ത് എക്സാലോജിക്കൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്ക് മാത്രമേ അതെന്താണെന്ന് അറിയുള്ളൂ. പക്ഷേ ഇവിടെ വീണയ്ക്കൊരു കുഴപ്പം പറ്റി. എന്താണെന്ന് വെച്ചാൽ ഈ എക്സാലോജിക്കൽ അന്ന് ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ നേരത്തെ തന്നെ ഇഡി ചോദ്യം ചെയ്യുക, അതിൻ്റെ മൊഴി എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് അവർ നൽകിയ മൊഴി, അതായത് പുറത്തു വന്ന വിവരം അനുസരിച്ച് ഈ പറയുന്ന എക്സൽ ഷീറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രാഥമികമായ ചില സോഫ്റ്റ്വെയറുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് യാതൊരു പ്രത്യേക സേവനങ്ങളും ഈ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് നൽകിയില്ല. എന്നിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയ തുക കിട്ടുന്നത്? അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് 2.78 കോടി രൂപയോളം HDFC ബാങ്ക് അക്കൗണ്ട് വഴി വീണയുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. ഈ അക്കൗണ്ടിലേക്ക് വരുന്നതിനകത്ത് എന്താ തെറ്റ്? തനിക്ക് വരുന്ന പണത്തിന് കൃത്യമായിട്ട് GST അടച്ചു. അപ്പോൾ GST അടച്ചു എന്ന് പറയുന്നതുകൊണ്ട് അത് അഴിമതി പണമോ കോഴപ്പണമോ ആണെങ്കിൽ അതിൽ തെറ്റില്ലേ? അത് വളരെ ഗൗരവമുള്ള കാര്യമല്ലേ? മാത്രമല്ല, ഇവിടെ ഈ ശശിധരൻ കർത്തയുടെ മകളെയും മകനെയും കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അവർ സ്വാഭാവികമായിട്ടും സ്വന്തം അച്ഛൻ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കുകയല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ ന്യായീകരിക്കുമ്പോൾ എന്തിനാണ് എക്സാലോജിക്കിന് പണം കൊടുത്തതെന്നുള്ള കാര്യം വ്യക്തമാക്കും. അതായത് CMRL എന്ന് പറയുന്ന കമ്പനി ഇവിടെ പ്രവർത്തിച്ചപ്പോൾ ഏറ്റവും അധികം വ്യവഹാരങ്ങൾ നടന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ടാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ചുമതല എന്ന് പറയുന്നത് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ, അതായത് അതിനുശേഷമാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്. അതിനുശേഷം ഈ വ്യവഹാരമൊന്നുമില്ല. മാത്രമല്ല, CMRL കമ്പനിക്ക് സുഗമമായി തങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റി. അപ്പോൾ കരിമണൽ ഖനനം നടത്താനായിട്ട് പലയിടത്തു നിന്നും പല വിട്ടുവീഴ്ചകളും അവർക്ക് ലഭിച്ചു. ആ വിട്ടുവീഴ്ചയൊക്കെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഉത്തരവുണ്ടായിട്ടും സർക്കാർ വഴിവിട്ട് ചില സഹായങ്ങൾ ചെയ്തു എന്നാണ് ആരോപണം. അങ്ങനെയാണെങ്കിൽ ഈ എക്സാലോജിക്കിലെ പഴയ ജീവനക്കാർ നൽകിയ മൊഴി, വീണ വിജയൻ SFIക്ക് നൽകിയ മൊഴി, ഈ ഇഡിക്ക് ഏറ്റവും ഒടുവിൽ വീണ നൽകിയ മൊഴി, ഇതെല്ലാം തന്നെ വൈരുദ്ധ്യമുള്ളതായി മാറുന്നു. ഇങ്ങനെ ഒരു വൈരുദ്ധ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആദ്യം പറഞ്ഞ ആൾ സ്വപ്ന സുരേഷ് അന്ന് പറഞ്ഞിരുന്നു. പിണറായി വിജയൻ്റെ ഈ സാമ്പത്തിക ഇടപാടുകളുടെയൊക്കെ പിന്നിൽ ഒരു ശക്തി സ്രോതസ്സായിട്ട് നിൽക്കുന്നത് വീണ തൈക്കണ്ടിലാണ്. അപ്പോൾ വീണ എന്ന് പറയുന്നത് ഒരു സാധാരണ പെൺകുട്ടിയായിട്ട് നമ്മൾ കണക്കാക്കാമെങ്കിലും ബുദ്ധിപരമായിട്ട് അല്ലെ സാമ്പത്തിക കാര്യങ്ങൾ ഇടപെടുന്നതിൽ അഗ്രഗണ്യയായ ഒരു യുവതിയായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ഇത് നമ്മൾ പറയുന്നതല്ല, സ്വപ്ന സുരേഷ് പറയുന്നതാണ്. വീണ വിജയൻ ബുദ്ധിയുള്ള കുട്ടിയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാഞ്ഞ ബുദ്ധിയുള്ള പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റും. ശരിയാണ്, ഈ സ്വപ്ന തീർത്ത പത്മവ്യൂഹത്തിൽപ്പെട്ട് പുറത്തിറങ്ങാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് വീണയും വിജയനും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു സ്ത്രീയെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് അവസാനം അവരെ കൊല്ലാൻ വരെ ഏർപ്പാട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറി. ഇതൊക്കെ സ്വപ്നം തന്നെ പറയുന്നതാണ്. അവരെ ജോലി കിട്ടിയിട്ട് അവരെ ഭീഷണിപ്പെടുത്തി, ജോലി കൊടുത്തവരെ ഭീഷണിപ്പെടുത്തി, ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല, ഉപജീവന മാർഗം കണ്ടെത്താൻ അനുവദിക്കുന്നില്ല. ഒരു വീട് വാടകയ്ക്ക് എടുത്തപ്പോൾ ആ വീടിന്റെ ഉടമസ്ഥനെ ഭീഷണിപ്പെടുത്തി അവരെ രാഖിരാമാൻ അവിടെ നിന്ന് അടിച്ചിറക്കുന്നു. അവസാനം ഗതിയില്ലാതെ അവർ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. എനിക്ക് മുന്നിൽ ഒരു മകൾ ഇരിക്കുകയാണ്, ഞാൻ മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ എൻ്റെ മുന്നിൽ ഇരിക്കുന്നത് നാളെ അനുഭവിക്കുന്നത് ഇങ്ങനെ ആയിരിക്കുമെന്ന് പോലും ചിന്തിക്കാതെയാണ് പിണറായി വിജയൻ ചില കാര്യങ്ങൾ നടത്തിയത്. പിന്നീട് അവർക്ക് ഇവിടെ നിന്ന് കേരളം തന്നെ വിട്ട് മറ്റൊരിടത്തേക്ക് താമസം മാറേണ്ടി ഒരു ഒളിച്ചോട്ടം നടത്തേണ്ടി വരെ വന്നു വീണയ്ക്ക്, സ്വപ്നയ്ക്ക് എന്നുള്ളതാണ്.
ഇവരൊക്കെ വിചാരിച്ചത് ഞങ്ങൾ ഈ അധികാരത്തിന്റെ ലഹരിയിൽ ഇങ്ങനെ ആറാടുന്നു, ഒരിക്കലും അധികാരം നഷ്ടപ്പെടില്ല എന്നൊക്കെ ഉള്ളത്. ഇപ്പൊ പാർട്ടി പോലും പിണറായിയെ കറിവേപ്പില പോലെ വലിച്ചെറിയുകയാണ്. പിണറായി പ്രതിപക്ഷത്തിരിക്കുന്നത് ഒരു 100 പാർട്ടി നേതാക്കളെ എടുത്താൽ 95 പേർക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം പിണറായി വിജയന്റെ ധാർഷ്ട്യവും അഹങ്കാരവും സ്വജനപക്ഷപാതവും കെടുകാര്യസ്ഥതയും ഒക്കെയാണ് ഇടതുപക്ഷത്തെ ഇത്ര വലിയ തോൽവിയിലേക്ക് നയിച്ചത് എന്ന് പാർട്ടിയോട് കൂറുള്ള, പാർട്ടിക്ക് അനുഭാവമുള്ള സഹാക്കന്മാർക്ക് അറിയാം. അതുകൊണ്ടാണ് അവർ അത് പറയുന്നത്. പിണറായി വിജയൻ ആ സ്ഥാനത്തേക്ക് വരണ്ട, 81 വയസ്സായില്ലേ, ഇനിയെങ്കിലും അധികാരമോഹം വിട്ട് വീട്ടിൽ ചെന്ന് ഇരുന്നൂടെ എന്ന് പാർട്ടി പ്രവർത്തകർ ചോദിച്ചാൽ പിണറായിക്ക് ഉത്തരമില്ല എന്നുള്ളതാണ്. മകളെ രക്ഷിക്കാനുള്ള പഠിച്ച 18 അടവും നോക്കി. സിനിജി ഗവൺമെന്റ് 26 സഹാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. ഇവരെ ഇറക്കാൻ ആരെങ്കിലും പോയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇന്ന് 3 പേരുടെ ജാമ്യം പരിഗണിക്കുന്നുണ്ട് കോടതി. ഇന്നും കൂടെ ജാമ്യം കിട്ടിയില്ല എങ്കിൽ ഇവരെ ജാമ്യത്തിൽ ഇറക്കാൻ പിണറായി വിജയൻ എവിടെയാണ് സമയം? പിണറായി വിജയന്റെ മകൾക്ക് വേണ്ടിയും പിണറായി വിജയന് വേണ്ടിയിട്ടല്ല. പിണറായി വിജയൻ ഇ ഡി വിളിച്ചോ? പിണറായി വിജയന്റെ വീട്ടിൽ ഇ ഡി പരിശോധന നടത്തിയോ? പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രേഖ ഇ ഡി ആവശ്യപ്പെട്ടോ? വീണ തൈക്കണ്ടിക്ക് വേണ്ടി റോഡിൽ കിടന്ന് ഇ ഡി അടിച്ചവർക്ക് ഇ ഡി തന്നെ പണി കൊടുക്കും, ഇ ഡി കക്ഷി ചേരും കേസിൽ എന്നാണ് പറയുന്നത്. ഇപ്പോ 26 ജയിലിലാണ്. മുട്ട എറിഞ്ഞവനും ഇഷ്ടിക എറിഞ്ഞവനും കമ്പെറിഞ്ഞവനും കല്ലെറിഞ്ഞവനും എല്ലാം ജയിലിലാണ്. ഇവന്റെയൊക്കെ വീട്ടിലെ അവസ്ഥ നമ്മളൊക്കെ കണ്ടതാണ്. ഒറ്റമുറി ഇരിക്കാൻ ഒരു കസേര പോലും ഇല്ല. അങ്ങനെയൊക്കെയാണ് പാർട്ടി വളർന്നത്. സ്വന്തം കുടുംബം നന്നാക്കാൻ അറിയാത്തവന്മാരാണ് പാർട്ടി വളർത്താനെന്ന് പറഞ്ഞ് ഇങ്ങനെ വല്ലവന്റെയും കയ്യിലുള്ള അടി കൊണ്ട് ചാവാനായിട്ട് റോഡിൽ നടക്കുന്നത്. അതേ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവൻ ഇന്നലെ വീണ വിജയൻ അതിന്റെ പുറത്തുനിന്നിറങ്ങിയപ്പോ അല്ലെങ്കിൽ അകത്തേക്ക് കയറിയപ്പോ കൂളായാണ് വീണ ഇറങ്ങും. വീണയ്ക്ക് അറിയാമായിരിക്കും വീണയെ രക്ഷിക്കാൻ ഏതെങ്കിലും പ്രമുഖൻ ഉണ്ടാകും. വിജയനെ കൊണ്ട് കഴിയില്ല, ഏതെങ്കിലും പ്രമുഖൻ ഉണ്ടാകും എന്ന് വീണയ്ക്ക് അറിയാമായിരിക്കും. അതുകൊണ്ടാണ് വീണ കൂളായി തന്നെ ഇറങ്ങി. പക്ഷെ അടി കിട്ടിയവന്മാരോ? ഇ ഡിയെ സംബന്ധിച്ച് ഇ ഡിയുടെ ആത്മാഭിമാന പ്രശ്നമാണ്. ഇ ഡിക്ക് അവിടെ വീണയെന്നോ വിജയനെന്നോ ഇല്ല. ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം അവരെ കായികമായി നേരിട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ പിണറായി വിജയൻ. ആ വിജയന്റെ മോളാണ് ഈ വീണ. ഈ വീണ 2.78 കോടി രൂപ വാങ്ങിച്ചു എന്നുള്ളതല്ല ഇവിടുത്തെ കേസ്. ഇവിടെ 132 കോടിയോളം രൂപയുടെ ഒരു ട്രാൻസാക്ഷൻ നടന്നതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുണ്ട്. അത് ആദായ നികുതി വകുപ്പിന് അതിൻ്റെതായ വെട്ടിപ്പൊക്കെ നടത്തിക്കൊണ്ട് ആ പൈസ സംരക്ഷിച്ചത് CMRL ആണ്. ആ CMRLുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ അതിൽ പിണറായി വിജയനുള്ള ചില ലിങ്കുകളുണ്ട്. പക്ഷെ നേരിട്ട് അതിൽ ബന്ധപ്പെടാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, ഈ പ്രളയം ഒരു മനുഷ്യനിർമ്മിതമാണെന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ തോട്ടപ്പള്ളി അവിടുത്തെ കരിമണലുമൊക്കെ ബന്ധപ്പെട്ട ഈ ഡാമുകൾ തുറന്നില്ലെങ്കിൽ അവിടെ കരിമണലിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ മുൻകൂട്ടി കണ്ടാണ് ഈ ഡാം തുറന്നതാണ് അന്ന് പ്രളയം ഉണ്ടാകാനുള്ള കാരണം എന്ന് പോലും പിന്നീട് അതും ഈ കർത്തയ്ക്ക് വേണ്ടിയാണെന്നുള്ള ചില ആരോപണങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതായത് വെള്ളം കൂടി വരുന്ന സമയത്ത് ഡാം തുറന്നിരുന്നെങ്കിൽ ഈ പറയുന്ന തോട്ടപ്പള്ളിയിലടക്കം വെള്ളം കയറുമെന്നും അവസാനം അത് പിടിച്ചു വെച്ചിട്ട് നിവർത്തിയില്ലാതെ വന്നപ്പോൾ തുറന്നു വിട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ പോയും ചെയ്തു. പക്ഷേ ഒരു കാര്യമുണ്ട്, വഴിവിട്ട് പല പ്രവൃത്തികളും ഈ CMRL എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇനി ഇ ഡി ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ കരിമണൽ കർത്തയുടെ ഉടമസ്ഥയിലുള്ള ഒരു കമ്പനിയിൽ നിന്ന് 25 ലക്ഷം വീതം 2 തവണ വായ്പയായിട്ട് വീണയ്ക്ക് നൽകുന്നു. ഒരു തവണ 50 ലക്ഷം, ഒരു തവണ 25 ലക്ഷം നൽകുന്നു. 3 മാസം കഴിഞ്ഞിട്ടും അതിന്റെ വായ്പാ തവണകൾ തിരിച്ചടയ്ക്കുന്നില്ല. എന്നിട്ട് വീണ്ടും ഒരു 25 ലക്ഷം കൂടെ അനുവദിക്കുന്നു. അപ്പോൾ ആദ്യത്തെ തുക തിരിച്ചടയ്ക്കാൻ കഴിയാത്ത വ്യക്തിക്ക് വീണ്ടും ഒരു 25 ലക്ഷം കൂടി അനുവദിക്കുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ലോജിക്കിന് നിരക്കുന്ന ഒരു കാര്യമാണോ? അപ്പോൾ വളരെയധികം തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നടന്നിട്ടുണ്ട്. വീണയിലേക്കും CMRലേക്കും പിണറായി വിജയനിലേക്കും പോകും. ഓക്കെ, ഇവിടെ വീണ വിജയൻ പറഞ്ഞ മൊഴികളിൽ പലതിലും വൈരുദ്ധ്യമുണ്ട്, വസ്തുതാവിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി സമൻസ് അയച്ച് വീണ വിജയനെ വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ അവിടെ എന്ത് പറയണം, എങ്ങനെ പറയണമെന്നുള്ളത് വീണ വിജയനെ നേരത്തെ പഠിപ്പിച്ചു വിട്ടു. അതുകൊണ്ട് പല ചോദ്യങ്ങൾക്കും എനിക്കത് അറിയില്ല, എനിക്കത് ഓർമ്മയില്ല എന്നൊക്കെ വീണ വിജയൻ പറഞ്ഞു. പക്ഷേ SFIOയ്ക്ക് ഒരു ഉത്തരം നൽകുകയും ഇ ഡിക്ക് അറിഞ്ഞുകൂടാ, ഓർമ്മയില്ല എന്നുമാണ് പറഞ്ഞതെങ്കിൽ വൈരുദ്ധ്യം വളരെ വ്യക്തമായിട്ട് പ്രകടമാകും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അടുത്ത സമൻസ് അയച്ച് വീണയെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിൻ്റെ അവസാനം അതിൻ്റെ അടുത്ത ഘട്ടം ചെന്ന് നിൽക്കുന്നത് പിതാവായ പിണറായി വിജയനിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ കുരുക്ക് കൂടുതൽ മുറുകും. സ്വപ്ന സുരേഷ് ഇനി വലിയ വെളിപ്പെടുത്തലുമായിട്ട് വരാനുള്ള സാധ്യതയെ നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. എന്തായാലും സ്വപ്ന മാഷ് ഇന്നലെ പറഞ്ഞതുപോലെ ഒരു ദീർഘനിശ്വാസം വിടുന്നുണ്ടാകും. തന്നെ ചതിച്ചവർക്കെല്ലാം പണി വരുന്നുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.